കേരളത്തിലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ, പക്ഷെ ഇന്ത്യയിലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ അധ്യക്ഷൻ, കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയുടെ ഭാവി പ്രതീക്ഷയും നമ്മുടെ എല്ലാം ആവേശവുമായിട്ടുള്ള ശ്രീ പ്രശാന്ത് ശിവൻ, പാലക്കാട് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഓമനക്കുട്ടൻ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഏറെ സ്നേഹം നിറഞ്ഞ കൊഴിഞ്ഞാമ്പാറക്കാരെ, പാലക്കാട്ടുകാരെ, ഇങ്ങനെ ഒരു യോഗത്തിൽ ശ്രീ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമര പ്രചാരണ യാത്ര, അതാ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർജിയും എത്തിക്കഴിഞ്ഞു. അപ്പോ കോറം തികഞ്ഞു. അപ്പോ അങ്ങനെ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ഈ 20-ാം തീയതി മുതൽ നാളെ 25-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 6 ദിവസത്തെ സമര പ്രചാരണ യാത്ര ഈ കൊഴിഞ്ഞാമ്പാറ മണ്ഡലത്തിൽ എത്തുമ്പോൾ അതിന്റെ ഇങ്ങനെ ഒരു സമാപന യോഗത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്, അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലെ BJPയുടെ മാറാൻ പോകുന്ന മുഖത്തിന്റെ ഒരു സൂചനയായി ഇനിയുള്ള 5 വർഷത്തേക്കോ അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലേക്കോ ഉള്ള ഒരു പ്രവർത്തന പദ്ധതിയുടെ ദിശാസൂചകമായി എങ്ങനെയാണ് ഏറ്റവും ജനകീയമായിട്ടുള്ള വിഷയങ്ങളെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്കിടയിലേക്ക് പോലും എത്തിച്ചുകൊണ്ട് ഈ ജില്ലയുടെ സർവതോന്മുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന് BJP സന്നദ്ധമായിരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഈ യാത്രയുടെ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇലപ്പുള്ളിയിൽ കഞ്ചിക്കോടൊക്കെ ആയിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനെതിരെയുള്ള പ്രതിഷേധം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളെല്ലാം എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള ആളുകൾ, അധ്യക്ഷനാവട്ടെ, അതിന് മുൻപ് സംസാരിച്ചിട്ടുള്ള പ്രാസംഗികനാവട്ടെ, എല്ലാവരും വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും പരാമർശിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് ഞാൻ വന്നിട്ട് വേണ്ട ഈ പാലക്കാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഈ മദ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എന്ന് പറയാൻ. കാരണം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊടും ചൂട്, ഈ വേനൽ, ജലദൗർബല്യം, ഇതെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യം, ഇനി അങ്ങോട്ട് ഓരോ ദിവസവും 10 ലക്ഷം ലിറ്റർ മദ്യനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് കൂടി ഈ നാട്ടിലേക്ക് വരുമ്പോൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അതിജീവനം എന്ന് പറയുന്ന ആശയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഈ യോഗത്തിന്റെ ഒരു ഔപചാരികത കൊണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലം, ഒരു പ്രതലം മാത്രം വിശദീകരിച്ചു പോവാം എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, കേരളം പരമ്പരാഗതമായി പിന്തുടർന്ന് വന്നിരുന്ന ഒരു മദ്യനയമുണ്ട്. 1996-ൽ AK ആന്റണിയുടെ മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിലെ ചാരായ നിരോധനം എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. അതുവരെ കേരളത്തിൽ 2 തരത്തിലുള്ള മദ്യം ലഭ്യമായിരുന്നു. താഴെക്കടയിലുള്ള ആളുകൾക്ക്, വരുമാനം കുറഞ്ഞ ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കുടിക്കാൻ ഈ പറയുന്ന ചാരായം, അറാഖ് എന്ന് പറയുന്ന ഒരു മദ്യം ഉണ്ടായിരുന്നു. കുറെ കൂടി സാമ്പത്തിക ഭദ്രതയുള്ള സാമൂഹ്യ ശ്രേണിയിൽ കുറെ കൂടി ഉയർന്നു നിന്നിരുന്ന ആളുകൾക്ക് മാത്രമായിട്ട് IMFL, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മദ്യപാന സംസ്കാരത്തെ തന്നെ അട്ടിമറിച്ചിട്ടുള്ള ഒരു വളരെ വികടമായിട്ടുള്ള നീക്കമായിരുന്നു ചാരായ നിരോധനം എന്നാണ് ഇപ്പോഴത്തെ പണ്ഡിതന്മാരും വിദഗ്ധന്മാരും മുഴുവൻ അഭിപ്രായപ്പെടുന്നത്. കാരണം ചാരായം നിരോധിച്ചത് കൊണ്ട് ചാരായം ഉപയോഗിക്കുന്ന ഒരു വിഭാഗത്തെ നിരോധിക്കാൻ നമുക്ക് സാധിച്ചില്ല. അവരുടെ ചാരായം എന്ന് പറയുന്ന ആവശ്യം അവിടെ അപ്പോഴും നിലനിൽക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ചാരായം ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് സമാന്തരമായിട്ടുള്ള ഒരു മദ്യമായിട്ടുള്ള IMFL-ലേക്ക് തിരിയേണ്ടി വന്നു. ഇത്രയും ആളുകൾക്ക് വേണ്ട ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിലവാരം കുറഞ്ഞ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന വ്യാജ മദ്യത്തിന്റെ ലഭ്യത കേരളത്തിൽ വളരെയേറെ വർദ്ധിച്ചു. അപ്പൊ 1996-ലെ ചാരായ നിരോധനം കഴിഞ്ഞതോടുകൂടി പിന്നെ IMFL-ന് മാത്രമേ ഇവിടെ ഉൽപാദന സാധ്യതയുള്ളൂ എന്ന സാഹചര്യം വന്നപ്പോൾ 3 സ്വകാര്യ കമ്പനികൾക്കാണ് അന്ന് നമ്മൾ മദ്യനിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുള്ളത്. പാലക്കാടുള്ളൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, തൃശ്ശൂരുള്ളൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ധാരാളം സ്വകാര്യ യൂണിറ്റുകൾ തങ്ങൾക്ക് കൂടി ഈ തരത്തിലുള്ള മദ്യനിർമ്മാണത്തിന് വേണ്ട ലൈസൻസ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് മുന്നിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. 1000-ന് മേലെ മദ്യനിർമ്മാണ കമ്പനികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് 1998 ആയപ്പോഴേക്കും ബന്ധപ്പെട്ട വകുപ്പിന് മുന്നിൽ കുമിഞ്ഞുകൂടിയത്. 1998-ൽ EK നായനാറിന്റെ മന്ത്രിസഭ കേരളം ഭരിക്കുന്ന സമയത്ത് അന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മുന്നിൽ പെൻഡിംഗ് ആയത് 1000-ന് മുകളിൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ്. അത്രയും ഡിമാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യവസായത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാഭം എടുക്കാമെന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ, EK നായനാറിന്റെ സർക്കാർ
4 പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തെ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും പിന്നീട് CAG ആയിട്ടുള്ള വിനോദ് റായ് ആയിരുന്നു ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിരുന്നത്. വിനോദ് റായുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും വിദഗ്ധ സമിതി കൂടുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാൻ അനുമതി കൊടുത്താൽ അത് സംസ്ഥാനത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊരു പഠനം നടത്തുകയും ചെയ്തു. ആ വിദഗ്ധ സമിതിയുടെ പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കൂടുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾ അനുവദിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയെ തകിടം മറിക്കുകയും വളരെ വികലമായിട്ടുള്ള ഭാവിയെ സൃഷ്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 1998 അന്നത്തെ E.K. നായനാർ സർക്കാർ ഇനി പുതിയ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു. അതായിരുന്നു പിന്നീട് അങ്ങോട്ട് 1998 ഇറക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ, എക്സൈസ് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറാണ് പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള മദ്യനയമായിട്ട് നമ്മൾ അംഗീകരിച്ചു വന്നിരുന്നത്. 2011 വരെ ഈ മദ്യനയത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനെതിരെ എത്രയോ മദ്യനിർമ്മാണ കമ്പനികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ കൊടുത്തിരുന്നു. തങ്ങൾക്ക് വ്യവസായം നടത്താനുള്ള ഒരു അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഒരു പുതിയ യൂണിറ്റും അനുവദിക്കില്ല എന്നുള്ള സർക്കാരിന്റെ തീരുമാനം. അല്ല, ഏറ്റവും പ്രധാനമായത് കണ്ടത്ത് ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിലറി, അവർ ഏതാണ്ട് 15 വർഷത്തോളം ഈ പേരിൽ കേസ് നടത്തിയിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് കണ്ടത്ത് ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞാൽ നിയമം പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു കേസാണ്. അപ്പോൾ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു, ഞങ്ങൾക്ക് ഇവിടെ മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, 3 കമ്പനികൾക്ക് മാത്രം അനുവാദം കൊടുത്തത് ശരിയല്ല, ബാക്കിയുള്ള ആളുകൾക്കും കുറഞ്ഞ നിരക്കിൽ ഉൽപാദനം നടത്താൻ സാധിക്കുന്നവർക്കും അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2011 അവർക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അവർക്ക് കൂടി മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനെതിരെ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ശരിവെച്ചു. ഒരു സംസ്ഥാനത്തെ മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട നയം രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും ആ സംസ്ഥാനത്തിന്റെ ഭാവിയെ കരുതിക്കൊണ്ട് മദ്യനിർമ്മാണം അനുവദിക്കില്ലെന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ശ്ലാഘനീയമാണെന്നും അതിനെ പിന്തുണയ്ക്കേണ്ടതാണെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പറഞ്ഞു. അങ്ങനെ കേരളത്തിന്റെ മദ്യനയത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വരെ അംഗീകാരം കിട്ടി. 2018 വരെ 1998 മുതൽ 2018 വരെ ഈ മദ്യനയത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്താണ് മദ്യനയം? പുതിയ സ്വകാര്യ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് കേരളത്തിൽ നമ്മൾ അനുവാദം കൊടുക്കില്ല. 20 കൊല്ലമായി കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മദ്യനയമാണ്. 2016 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറുന്നത്. ആ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് 29 ബാർ ഹോട്ടലുകൾ മാത്രമാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. നമ്മൾ ആലോചിക്കണം. സ്വാഭാവികമായിട്ട് അന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പിണറായി വിജയന്റെയൊക്കെ പഴയ നിലപാടുകളും ഇടതുപക്ഷത്തിന് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സമീപനവും ഒക്കെ പരിശോധിക്കുമ്പോൾ സമൂഹത്തിന് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായിരുന്നു. ഇവർ വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ടും നിരവധിയായിട്ടും ബാറുകൾക്ക് അനുമതി കൊടുക്കുകയും സംസ്ഥാനത്ത് വീണ്ടും ആയിരക്കണക്കിന് ബാറുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അന്ന് ഈ പറയുന്ന ആശങ്കകളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇടതുപക്ഷം പറഞ്ഞു, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പുതിയ ബാറുകൾ അനുവദിക്കില്ല, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു. അത് നടത്തിയിട്ടുള്ള ആളുകളൊന്നും ജീവിച്ചിരിക്കുന്നില്ല, അതുകൊണ്ട് അവരെയൊന്നും ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഇതൊരു നയമായി പ്രഖ്യാപിച്ചിരുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതുപക്ഷത്തിന്റെ നയം. ഘട്ടം ഘട്ടമായി സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് മദ്യനിർമാർജനം, മദ്യവർജനം എന്ന് പറയുന്ന ഒരു നയത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. പക്ഷേ വോട്ട് കിട്ടിയ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മലക്കം മറിയുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. എന്താണ്, യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ, യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, യാതൊരു വ്യവസ്ഥിതികളും നോക്കാതെ 100 കണക്കിന് ബാറുകൾക്കാണ് ഓരോ മാസവും അനുവാദം കൊടുത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് 2016 29 ബാർ ഹോട്ടലുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് 1100ഓളം ബാർ ഹോട്ടലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. ഒരു സർക്കാരിന്റെ 10 വർഷത്തെ ഭരണനേട്ടമായിട്ട് പറയുന്നത് എന്താണ്, 1000 ബാറുകൾ ഈ സംസ്ഥാനത്ത് അവർക്ക് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോ മറ്റ് മേഖലകളിലെല്ലാം സർക്കാരിനെ സംഭവിച്ചിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പരാജയം, പുതിയ വ്യവസായങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയാതെ വന്നത്, നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പിടിപ്പുകേട്, നികുതി പിരിവിൽ നടന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ലംഘനം, ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തതും കടമെടുത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പാടെ തകർത്തതും, ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് മേലെ കെട്ടിവെക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ജനങ്ങൾക്ക് അറിവിന്റെ ഉപാധികൾ ലഭ്യമായതുകൊണ്ട് വിജയിക്കാതെ വന്നതും കൊണ്ട് വരുമാനത്തിനുള്ള ഏക മാർഗമായിട്ട് മദ്യത്തെയും ലോട്ടറിയെയും ദേവസ്വത്തെയും ആശ്രയിക്കുന്ന ഒരു വികലമായ സാമ്പത്തിക നയം സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾ കണ്ടു.
ഇടതുപക്ഷം സാമ്പ്രദായികമായിട്ട് എതിർത്ത് വന്നിരുന്ന കാര്യങ്ങളാണ് ഇത് മൂന്നും ആലോചിക്കണം. മദ്യം എന്ന് പറയുന്നത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയാണെന്നും ലോട്ടറി എന്ന് പറയുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളിലുള്ള മനുഷ്യന്റെ പരീക്ഷണ ത്വരയെ ചൂഷണം ചെയ്യലാണെന്നും ദേവസ്വം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ അവസാനം സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് സംസ്ഥാനത്തെ നയിക്കാൻ അത്രയും കാലം തള്ളിപ്പറഞ്ഞ് ഈ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു സമീപനം വന്നു. അപ്പോ ബാർ ഹോട്ടലുകൾക്ക് നിർലോഭമായിട്ട് അനുവാദം കൊടുക്കുന്നത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ 2018 ആദ്യമായി 98 മദ്യനയത്തിൽ നിന്ന് വിഭിന്നമായി പുതിയ 4 മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിക്കുകയാണ്. 4 യൂണിറ്റുകൾ, അപ്പോളോ എന്ന് പറയുന്ന ഒരു കമ്പനി, പവർടെക് എന്ന് പറയുന്ന ഒരു കമ്പനി, ശ്രീചക്ര എന്ന് പറയുന്ന ഒരു കമ്പനി, ഇങ്ങനെ 4 പുതിയ മദ്യനിർമ്മാണ സ്വകാര്യ കമ്പനികൾക്ക് മദ്യനിർമ്മാണ യൂണിറ്റുകൾ കൊടുക്കാൻ വേണ്ടി അനുവാദം കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെതിരെ BJPയുടെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരം ഉണ്ടായി. ഇങ്ങനെയല്ലല്ലോ പുതിയ മദ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി അനുമതി കൊടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡറുകൾ ക്ഷണിക്കേണ്ടതില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീറ്റീവ് ബിഡിംഗ് നടത്തേണ്ടതില്ലേ, ഇതിൽ ഓരോരുത്തർക്കും അവരുടെ കോട്ട് എത്രയാണെന്ന് പറയാനുള്ള അവസരം കൊടുക്കേണ്ടതില്ലേ, ഇതുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തേണ്ടതില്ലേ, എക്കണോമിക് വയബിലിറ്റി സ്റ്റഡി നടത്തേണ്ടതില്ലേ, മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം വേണ്ടതല്ലേ? ഇതൊന്നും ഇല്ലാതെ മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രിയും കൂടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പുതിയ 4 മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുവാദം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നിന്നുണ്ടായി. ഇതിനെ തുടർന്ന് വന്നിട്ടുള്ള അന്വേഷണങ്ങളിൽ മനസ്സിലായത് നമ്മുടെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോലിയക്കോട് കൃഷ്ണൻ നായരുടെ മകനായിരുന്ന ഇപ്പൊ കിൻഫ്രയുടെ ഡയറക്ടർ പദവിയിലേക്ക് ഇരിക്കുന്ന ഒരാളുടെ നേരിട്ടുള്ള ഇടപെടലാണ് ഈ മദ്യനിർമ്മാണ കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് കിൻഫ്രയുടെ ഭൂമി സൗജന്യമായി പാട്ടത്തിന് കൊടുക്കാനും അങ്ങനെ പുതിയ മദ്യനിർമ്മാണ യൂണിറ്റുകളിലൂടെ ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടാവുകയും രാഷ്ട്രീയ വിമർശനം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ 2019 പുതിയ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്കുള്ള അനുമതി പിൻവലിക്കുകയാണ്, ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് സർക്കാർ പറഞ്ഞു. എന്നാൽ 2020 ആയപ്പോഴേക്കും ഇതേ സർക്കാർ വീണ്ടും അലക്കം പറഞ്ഞു. 2020 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് പുതിയ 4 മദ്യനിർമ്മാണ യൂണിറ്റുകൾ കൂടി കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള 4 കമ്പനികൾക്ക് തന്നെയാണ് ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ കേസുണ്ടായി. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിൽ ഉടനീളം അരങ്ങേറി. ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ, ഇതുമായി ബന്ധപ്പെട്ട കൈക്കൂലിയുടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കമ്മീഷനുകളുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ നയവും പിൻവലിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് 2022 ഈ കേരള സംസ്ഥാനത്തിൽ ആദ്യമായി പുതിയൊരു മദ്യനയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. മദ്യനയം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം, ബാർ ഹോട്ടൽ ഉടമകളിൽ നിന്ന് ഓരോ ഹോട്ടൽ ഉടമയും 25 ലക്ഷം വീതം സംഭാവന കൊടുത്തുകൊണ്ട് കേരളത്തിലുള്ള ഹോട്ടൽ ഉടമസ്ഥന്മാരുടെ സംഘടനയായിട്ടുള്ള കേരള ഹോട്ടൽസ് വർക്കിംഗ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 20 കോടി രൂപ സർക്കാരിന് കോഴ കൊടുത്തുകൊണ്ട് മദ്യനയത്തെ സ്വാധീനിക്കാനും ഡ്രൈ ഡേ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കാനും എല്ലാ ദിവസവും നിർലോഭം മദ്യം വിൽക്കാനും അതേപോലെ തന്നെ 9 മണിക്ക് ബിവറേജ് അടയ്ക്കുന്ന പ്രവണത 11 മണി വരെ നീട്ടാനും ഒക്കെയുള്ള ധാരാളമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, വളരെ ലിബറൽ ആയിട്ടുള്ള, വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു മദ്യനയം പ്രഖ്യാപിക്കുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് ലീക്കാവുകയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും ചെയ്തതോടുകൂടി വലിയ പരിഷ്കരണങ്ങളൊന്നുമില്ലാതെ ഡ്രൈ ഡേ പിൻവലിക്കാത്ത, മദ്യവിൽപ്പന സമയം വർദ്ധിപ്പിക്കാത്ത ഒരു മദ്യനയം പ്രഖ്യാപിച്ചു. ഈ മദ്യനയം പ്രഖ്യാപിച്ചിട്ട് മദ്യനയത്തിൽ പറഞ്ഞിട്ടുള്ള തത്വങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് ഇതാ 2024 ജനുവരി മാസത്തിൽ കേരളത്തിന്റെ സർക്കാർ തീരുമാനിക്കുകയാണ് ഈ പറയുന്ന ഒയാസിസ് എന്ന പേരുള്ള ഇൻഡോർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് കേരളത്തിലെ പാലക്കാട്, കഞ്ചിക്കോട്, എലപ്പുള്ളി എന്നിങ്ങനെ സ്ഥലങ്ങളിലായിട്ട് 4 യൂണിറ്റുകൾ ആരംഭിക്കാൻ. ഒരു യൂണിറ്റ് അല്ല ആരംഭിക്കുന്നത്, ഒരു എത്തനോൾ പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു IMFL പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്, ഒരു ബോട്ടിലിംഗ് പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്, ഒരു ബ്രാൻഡി ബ്രിവറി പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള വെള്ളത്തിന്റെ ആവശ്യം പരിഹരിക്കുന്നതിന് വേണ്ടി കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും ആരംഭിക്കുന്നുണ്ട്. ഇങ്ങനെ 5 നിർമ്മാണങ്ങൾ ഈ മേഖലകളിലായിട്ട്, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിലായിട്ട് ഈ പറയുന്ന സ്വകാര്യ കമ്പനിയായിട്ടുള്ള ഒയാസിസ് എന്ന കമ്പനിക്ക് യാതൊരു പരിശോധനയോ യാതൊരു പരിഗണനയോ ഇല്ലാതെ
സാധാരണഗതിയിൽ ഒരു പുതിയ കമ്പനിക്ക് ഒരു മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ട് ഒരു കമ്പനിക്ക് നിങ്ങൾ മദ്യനിർമ്മാണത്തിനുള്ള അനുവാദം കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? സർക്കാർ ഇങ്ങനെ ഒരു നയവ്യതിയാനത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നൊരു പ്രഖ്യാപനം ആദ്യം നടത്തണം. നമ്മൾ പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന മദ്യനയം നമ്മൾ മാറ്റാൻ പോവുകയാണ്. പുതിയ സ്വകാര്യ കമ്പനികൾക്ക് വേണമെങ്കിൽ മദ്യനിർമ്മാണം ആരംഭിക്കാനുള്ള അനുമതി കൊടുക്കും. അതിന് തൽപരരായിട്ടുള്ള ആളുകൾക്കെല്ലാം അപേക്ഷകൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു ഗസറ്റിൽ ഒരു വിജ്ഞാപനം ഉണ്ടാവണം. തൽപരരായിട്ടുള്ള മുഴുവൻ ആളുകളിൽ നിന്നും അതിനുവേണ്ടി അപേക്ഷകൾ ക്ഷണിക്കണം. ഈ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ഈ ടെൻഡറുകൾ പരിശോധിച്ച് ആരാണ് ഏറ്റവും കൂടിയ തുക കോട്ട് ചെയ്തത്, കോമ്പറ്റേറ്റീവ് ബിഡിംഗ് എന്ന് പറയുന്ന പ്രവർത്തനമുണ്ട്. ആരാണ് ഏറ്റവും കൂടിയ തുക കോട്ട് ചെയ്തത് നോക്കണം. അങ്ങനെ ഏറ്റവും വലിയ തുക കോട്ട് ചെയ്തിട്ടുള്ള ആളെയാണ് ഈ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി ക്ഷണിക്കേണ്ടത്. അങ്ങനെ തുടങ്ങുന്ന ആള് 4 പ്രധാനപ്പെട്ട രേഖകൾ സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിക്കൊണ്ട് ഇത് പരിസ്ഥിതിക്ക് ദോഷകരമല്ല എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഒരു അപ്രൂവൽ അവർ സമർപ്പിക്കേണ്ടതുണ്ട്. 2 ഫിനാൻസ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള എക്കണോമിക് വയബിലിറ്റി, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ സാമൂഹിക ആഘാത പഠനം എന്ന് നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പോലീസ് ക്ലിയറൻസിന്റെയും പഞ്ചായത്തിന്റെ ക്ലിയറൻസിന്റെയും ഒക്കെ ബന്ധപ്പെട്ട മതിയായിട്ടുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള യാതൊരു പരിശോധനകളും നടത്താതെ, മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ, LDF എന്ന് പറയുന്ന ഭരിക്കുന്ന മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും ഒരുപോലെ കൺസിഡർ ചെയ്യാതെ, 12 or 13 പാർട്ടികളുടെ ഒരു മുന്നണിയിലെ CPM അല്ലാത്ത മറ്റ് മുഴുവൻ പാർട്ടികളെ പോലും അറിയിക്കാതെ ഏകപക്ഷീയമായിട്ടൊരു ദിവസത്തിൽ എക്സൈസ് മന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇൻഡോറിലുള്ള ഒരു കമ്പനിക്ക് കേരളത്തിൽ നമ്മൾ മദ്യനിർമ്മാണം നടത്താൻ വേണ്ടി അനുവാദം കൊടുക്കുകയാണ്. ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രശ്നം നമ്മൾ പരമ്പരാഗതമായി പിന്തുടർന്നു വന്നിരുന്ന 1998 ആരംഭിച്ചതും ഒരു വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പഠനം നടത്തി ആ സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചതും ഹൈക്കോടതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കേസ് നടത്തി ശരിവെച്ചതുമായിട്ടുള്ള ഒരു മദ്യനയം ഇപ്പൊ മാറ്റം വരുത്താൻ എന്ത് പുതിയ പഠനമാണ് നിങ്ങൾ നടത്തിയത്? അങ്ങനെ ഒരു മാറ്റം വരുത്താൻ തക്കതായിട്ടുള്ള എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇനി അങ്ങനെ ഒരു നയം നിങ്ങൾ മാറ്റുകയാണെങ്കിൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് നിങ്ങൾ അനുവാദം കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇതുമായി ടെൻഡർ ക്ഷണിക്കാത്തത്, കോമ്പറ്റേറ്റീവ് ബിഡിംഗ് നടത്താത്തത്, ഓരോരുത്തർക്കും പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കാത്തത് എന്താണ്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി അങ്ങനെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ യൂണിറ്റ് തുടങ്ങേണ്ടത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടും എലപ്പുള്ളിയുമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചത് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് എന്ത് പഠനമാണ്? ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എലപ്പുള്ളിയാണ് അല്ലെങ്കിൽ കഞ്ചിക്കോടാണ് എന്ന് തീരുമാനിച്ചതിന്റെ മാനദണ്ഡം എന്താണ്? പ്രത്യേകിച്ചും ജലദൗർലഭ്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ പറയുന്ന കൊക്കക്കോള കമ്പനിയുടെ നേതൃത്വത്തിൽ ജലചൂഷണം നടന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലത്തിന്റെ പോലും സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞിട്ടുള്ള, ഭാവിയിലെങ്കിലും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനകീയമായിട്ടുള്ള സമര പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് ഈ ജലചൂഷണം നടത്തിയിരുന്ന കമ്പനികളെ കെട്ടിക്കേണ്ടി വന്നിട്ടുള്ള പാരമ്പര്യമുള്ള പൈതൃകമുള്ള പ്ലാച്ചിമട കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് തന്നെയാണ് ഇങ്ങനെ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ജലദൗർലഭ്യം ഇത്രയും പ്രശ്നമല്ലാത്ത മറ്റേതെങ്കിലും മേഖലയിലേക്ക് അതാവാമായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതുമായി നിൽക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനോ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ സ്വീകരിക്കാനോ തുറന്ന ചർച്ചകൾ നടത്താനോ തയ്യാറാവാതെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയും എങ്ങനെയാണ് ഒരു സ്വകാര്യ മദ്യ കമ്പനിയുടെ വക്താക്കളെ പോലെ അവർ ആ മദ്യ കമ്പനിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? നിങ്ങൾ എന്ത് എതിർപ്പ് നടത്തിയാലും ഞങ്ങൾ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങൾ ഈ പ്ലാന്റ് ഇവിടെ തന്നെ സ്ഥാപിക്കും എന്ന് പറയുന്ന ധാർഷ്ട്യം, ഇത് എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? ഈ പറയുന്ന ആദ്യം സ്വാഗതം ആശംസിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കാർക്കും യാതൊരു തർക്കവുമില്ല, ഈ പറയുന്ന നയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമ്മുടെ തർക്കമുള്ളൂ എന്ന്. ഞാൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനപൂർവ്വം വിയോജിക്കട്ടെ. ഒയാസിസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് ധാരാളം ന്യായങ്ങളുണ്ട് ഇവിടെ. കാരണം ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഏതാണ്? ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഡൽഹിയിലെ മദ്യക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കളങ്കിതമായിട്ടുള്ള കമ്പനിയാണ്.
പഞ്ചാബിൽ പാരിസ്ഥിതിക ചൂഷണവും പാരിസ്ഥിതിക മലിനീകരണവും നടത്തിയതിന്റെ പേരിൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമായിട്ടുള്ള കമ്പനിയാണ്. ഈ കമ്പനി ബ്ലാക്ക് മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് EDയുടെ കേസിൽ പ്രതിയായിട്ട് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെ ആഴ്ചകളോളം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള കമ്പനിയാണ്. അങ്ങനെ ഒരു കളങ്കിതമായിട്ടുള്ള കമ്പനി, അഴിമതിയുടെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള കമ്പനി, എവിടെയെല്ലാം ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കമ്പനി. ഈ കമ്പനിയെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? ഇത്രയും കമ്പനികളോട് ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും ചുരുങ്ങിയത് 15 കൊല്ലം ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാൻ വേണ്ടി ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടുള്ള കണ്ടത്ത് ഡിസ്റ്റിലറീസ് പോലെയുള്ള കേരളീയമായിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. 2018-ലും 2019-ലും അപേക്ഷ വന്നിട്ടുള്ള അപ്പോളോ പോലെ, പവർടെക് പോലെ, ശ്രീചക്ര പോലെ കേരളത്തിൽ നിന്നുള്ള എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവരെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത്രയും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കളങ്കിതമായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരുടെ താല്പര്യപ്രകാരമാണ്? ഈ ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട, കോഴയുമായി ബന്ധപ്പെട്ട കേസിൽ അവിടെയുള്ള ഈ സൗത്ത് കാർട്ടൽ എന്ന് പറയുന്ന മദ്യനിർമ്മാണ ലോബികളുടെ വക്താവായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ED കേസെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ശ്രീ കവിത MP. ആ കവിത ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കഞ്ചിക്കോട് മദ്യനിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും അതുമായി ബന്ധപ്പെട്ട ലോബിങ്ങിന് വേണ്ടി കേരളത്തിൽ വന്നതും ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ കണ്ടതുമെന്നിരിക്കെ ഇതിന്റെ പിന്നിൽ നമ്മൾ കാണാത്തതായിട്ടുള്ള മറ്റ് താല്പര്യങ്ങളില്ലേ എന്ന സംശയത്തിന് എന്തുകൊണ്ടാണ് ഇവിടെ പഴുതില്ലാത്തത്? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ധാരാളം സംശയങ്ങൾക്ക് പഴുതുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിനെല്ലാം അതീതമായിട്ടുള്ള പ്രശ്നം, കേരളം ഇപ്പോൾ വലിയൊരു നിക്ഷേപക സംഗമമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നിക്ഷേപകരെ കൊണ്ടുവന്ന് ചർച്ചയൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി പോലെയുള്ള പാർട്ടികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭരണപക്ഷത്തിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ പറയുന്നത്. 600 കോടി രൂപയുടെ ഒരു നിക്ഷേപം പാലക്കാട്ടിലേക്ക് വരുമ്പോൾ 650ഓളം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു യൂണിറ്റ് ഇവിടെ വരുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മദ്യമേഖലയിലുള്ള നിക്ഷേപമാണോ? കേരളത്തിന് മദ്യത്തിലാണോ അടിയന്തരമായിട്ട് നിക്ഷേപം വേണ്ടത്? അതിന് ന്യായമായി പറയുന്നത് എന്താ? കേരളം ഏതാണ്ട് 9.26 കോടി ലിറ്റർ മദ്യം പ്രതിവർഷം പുറത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് മദ്യനിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള മദ്യത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാൻ സാധിക്കുന്ന. കേരളം അന്നന്ന് ഉണ്ണാനുള്ള അരി വരെ ഇറക്കുമതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഓരോ ദിവസവും ഉപയോഗിക്കാനുള്ള പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. നമ്മൾ വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നിത്യോപയോഗത്തിന് വേണ്ട സമസ്ത സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ഈ കാര്യങ്ങൾക്കൊന്നും സ്വയം പര്യാപ്തത വേണം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കാത്ത ആളുകൾക്ക് മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു സ്വയം പര്യാപ്തത വേണം, അത് മറ്റെവിടെയൊന്നും ആശ്രയിക്കാണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? മാത്രമല്ല, ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് പാലക്കാട് കഞ്ചിക്കോട് പോലെ ഒരു പ്രദേശത്ത് വരുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം, അതാണ് അതിന്റെ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. രാഷ്ട്രീയ വിഷയങ്ങളെ മുഴുവൻ നിങ്ങൾ മാറ്റിവെച്ചാൽ, ഇതിന്റെ നിക്ഷേപ സാധ്യതയും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും ഒരു ദിവസം 10 ലക്ഷം ലിറ്റർ, അതായത് മലമ്പുഴ ഡാമിൽ നിന്ന് ഓരോ ദിവസവും 10 ലക്ഷം ലിറ്റർ വെള്ളം ഇവർക്ക് ട്രീറ്റഡ് വാട്ടർ, ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളം ഇവർക്ക് ഈ പറയുന്ന മദ്യനിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പദ്ധതി രൂപീകരിക്കുമ്പോൾ കേവലം 226 മില്യൺ ക്യൂബിക് ലിറ്റർ മാത്രം കപ്പാസിറ്റിയുള്ള മലമ്പുഴ ഡാം നാളെ ഇവർക്ക് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് മദ്യം നിർമ്മിക്കാനുള്ള വെള്ളം ഉണ്ടാവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഡാം അല്ലല്ലോ. മലമ്പുഴ ഡാമിന്റെ പിന്നിൽ വേറെയും കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട്. 2.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹൈഡ്രൽ പവർ പ്ലാന്റ് മലമ്പുഴ ഡാമിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതാണ്ട് പാലക്കാട് ജില്ലയിലെ മുഴുവൻ പ്രദേശങ്ങൾക്കും ജലം എത്തിക്കുന്ന ഇറിഗേഷൻ പ്രോജക്ട് മലമ്പുഴ ഡാമിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മലമ്പുഴയിൽ ഒരു ഡാം നിർമ്മിച്ചിട്ട് ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഈ വെള്ളം മുഴുവൻ നിങ്ങൾ കേരളത്തിലുടനീളം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മദ്യം ഉൽപ്പാദിക്കാൻ വേണ്ടി കഞ്ചിക്കോട് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ 10 ലക്ഷം ലിറ്റർ എന്നുള്ളത് കമ്പനി പറയുന്ന നിലവിലെ അവകാശവാദം മാത്രമാണ്. ഇതുകൊണ്ട് നിർമ്മാണം നടക്കുന്ന യാതൊരു ഉറപ്പും നമുക്കില്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ UB പ്ലാന്റ് ഓരോ ദിവസവും 1 ലക്ഷം ലിറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. UB പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കഞ്ചിക്കോട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രോജക്ടിന്റെ 1/4 മാത്രമാണെന്നിരിക്കെ അവർ പോലും പ്രതിദിനം 1 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. MP ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ മറ്റൊരു മദ്യനിർമ്മാണ യൂണിറ്റ് പ്രതിദിനം 33,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പാലക്കാട് പോലെ ജലദൗർബല്യമുള്ള ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും മലമ്പുഴ ഡാമിലെ ജലത്തിന്റെ ലഭ്യത കുറയുന്ന ഘട്ടത്തിൽ
ബോർവെല്ലുകൾ നിർമ്മിച്ചുകൊണ്ട്, കുഴൽക്കിണറുകൾ നിർമ്മിച്ചുകൊണ്ട്, ഭൂഗർഭ ജലത്തെ പോലും ഊറ്റിയെടുത്തുകൊണ്ട് മദ്യനിർമ്മാണം നടത്തുകയും സ്ഥിരമായ ശാശ്വതമായിട്ടുള്ള ഒരു ജലദൗർബല്യത്തിന്റെ പ്രതിസന്ധി പാലക്കാട് ജില്ലയിൽ സൃഷ്ടിക്കുകയും ഇവർ ചെയ്യും എന്നുള്ള വലിയൊരു ആശങ്ക. അടുത്ത തലമുറയ്ക്ക് പോലും ദാഹം മാറ്റാൻ വേണ്ടി ഒരിറ്റ് വെള്ളം കിട്ടാത്ത സാഹചര്യമായിരിക്കും മദ്യത്തിന്റെ സ്വയം പര്യാപ്തത എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മളിവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന വലിയ ആശങ്ക. അത് രാഷ്ട്രീയത്തിന് അതീതമായി, സംഘടനകൾക്ക് അതീതമായി മുഴുവൻ മനുഷ്യരെ ഏറ്റെടുക്കേണ്ടതാണ്. നോക്കൂ, ഈ പദ്ധതിയുടെ ഒരു ഗുണവശത്തെ പറ്റി സ്വന്തം മുന്നണിയിലെ മറ്റാളുകളെ പോലും ബോധ്യപ്പെടുത്താൻ ഇവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. CPI എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമാണ് ഈ ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി അവരുടെ പാർട്ടി ഓഫീസിൽ പോയി കണ്ട് സമാധാനിപ്പിച്ചത്. വിനോദ് വിശ്വം ഇതിനെതിരെ ഒരു പ്രഖ്യാപനം നടത്തിയ സമയത്ത് പാർട്ടി ഓഫീസിൽ പോയി കണ്ട് CPI നേതാക്കളെ സമാധാനിപ്പിച്ചു. RJD പോലെ JDS പോലെയുള്ള പാർട്ടികൾ, അതെന്താ ഞങ്ങളൊന്നും ഈ മുന്നണിപ്പെട്ട പാർട്ടികളല്ലേ, CPIക്കാരെ മാത്രം ഓഫീസിൽ പോയി കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ്, ഞങ്ങളോടൊന്നും ഇതുവരെയായിട്ട് ഈ കാര്യം വിശദീകരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതായത് ഒരു മന്ത്രിസഭാ യോഗത്തിൽ അല്ലെങ്കിൽ LDFന്റെ മുന്നണി യോഗത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വിശദീകരിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. JDS, ജനതാദൾ സെക്യുലർ പാലക്കാട് എന്നുള്ള മറ്റൊരു പാർട്ടി, അവരുടെ നേതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹത്തെ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യം ഈ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആലോചിക്കുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള താഴെയുള്ള പ്രവർത്തകരെയും അണികളെയും ആശങ്കയിലാക്കുന്ന ഒരു ഭാവിയെ കരുതി കൂടി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നയമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ നയം എന്തു വില കൊടുത്തും നടത്തുമെന്നുള്ളൊരു മർക്കട മുഷ്ടിയോട് കൂടിയിട്ട് ഒരു സർക്കാർ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന ന്യായമായിട്ടുള്ള ആശങ്ക, സംശയം ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാലക്കാട് എങ്ങനെയാണോ കൊക്കക്കോള കമ്പനിക്കെതിരെയും പെപ്സി കമ്പനിക്കെതിരെയും 2011 വലിയൊരു ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത്, അന്നത്തെ ആ മുന്നേറ്റത്തിൽ വലിയ നേതൃപരമായിട്ടുള്ള പങ്കുവഹിച്ച ആളുകളെല്ലാം, ആ സമരത്തിന്റെ നേതാക്കളായി നിന്ന ആളുകളെല്ലാം ഇന്നിവിടെ മദ്യക്കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദല്ലാളുമാരാണ് എന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് വീണ്ടും അതിശക്തമായിട്ടുള്ളൊരു ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ ഭാവിയെ കരുതിയിട്ടുള്ളൊരു കാര്യമാണ്. അത് പാലക്കാട് ജില്ലയുടെ മാത്രം പ്രശ്നമോ കഞ്ചിക്കോടിന്റെയോ പ്ലാച്ചിമടയുടെയോ എലപ്പുള്ളിയുടെയോ മാത്രം പ്രശ്നമല്ല. ഈ നാട്ടിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി ജീവിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു ജീവൽ പ്രശ്നമാണ്. ആ പ്രശ്നം ഏറ്റെടുക്കാൻ പാലക്കാട് ഈസ്റ്റ് ജില്ലയിലെ BJP നേതൃത്വം തയ്യാറായി. ആ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പാലക്കാടിന്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലെ കള്ളക്കളികൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നേതൃപരമായിട്ടുള്ള ഉത്തരവാദിത്വം ശ്രീ പ്രശാന്ത് ശിവൻ ഏറ്റെടുത്തു എന്നത് തീർത്തും അഭിനന്ദനീയമായിട്ടുള്ള, തീർത്തും സ്തുത്യർഹമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊരു പ്രവർത്തനത്തിലൂടെയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചത് എന്ന് തന്നെ അദ്ദേഹത്തിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയും വലിയ ശുഭാപ്തി വിശ്വാസവും തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും എന്ത് വില കൊടുത്തും നമ്മൾ തടയേണ്ട ഒരു പദ്ധതിയാണ്. അത് നിക്ഷേപങ്ങൾക്ക് എതിരായിട്ടൊരു നിലപാട് കൊണ്ടല്ല, വ്യവസായങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം 1999-ലും 2000-ലും അധികാരത്തിൽ വന്നിട്ടുള്ള BJPയുടെ സർക്കാരാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വികലമായിട്ടുള്ള സോഷ്യലിസ്റ്റ് നയങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു തുറന്ന ഓപ്പൺ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു പോളിസിയിലേക്കൊക്കെ പോയത്. അന്ന് അരുൺ ഷൂരിയുടെ നേതൃത്വത്തിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിനിസ്ട്രി പോലും ആരംഭിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2014 2014 അധികാരത്തിലേറിയിട്ടുള്ള രണ്ടാമത്തെ NDA സർക്കാരാണ് ഫ്രജൈൽ 5 എന്ന് പറഞ്ഞിരുന്നത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള 5 എക്കോണമികളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ എക്കോണമിയെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർത്തുന്നതിൽ പങ്കുവച്ചത്. അപ്പൊ അങ്ങനെ വ്യവസായങ്ങളോട്, ഇൻഡസ്ട്രികളോട്, ആധുനികവൽക്കരണത്തോട് എല്ലാ കാലത്തും തുറന്ന സമീപനമാണ്. പക്ഷെ വ്യവസായവൽക്കരണം നടത്തേണ്ടത്, ആധുനികവൽക്കരണം നടത്തേണ്ടത് മനുഷ്യരുടെ കുടിവെള്ളം കുടിച്ച് ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാവരുത്. ആളുകളുടെ കുടിവെള്ളം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം, നമ്മൾ ഈ നീഡ് ഹയറാർക്കി എന്ന് പറയാറുണ്ട്. ആളുകളുടെ ആവശ്യം ഘട്ടം ഘട്ടമായിട്ട് വികസിക്കുന്ന, ആദ്യമുള്ളത് പ്രൈമറി നീഡ്സ് ആണ്. ജലം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം ആളുകളുടെ പ്രാഥമിക ആവശ്യമാണ്. ഈ പ്രാഥമിക ആവശ്യം നിറവേറ്റിയിട്ടുള്ള ആളുകൾക്ക് 2ാമത്തെ ഘട്ടത്തിലെ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അവർക്ക് ജോലി വേണം, വിവാഹം വേണം, കുടുംബം വേണം, അംഗീകാരം വേണം തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുള്ള
മൂന്നാം ഘട്ടത്തിലുള്ള ടെറിഷറി ഡിമാൻഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇതിനെയൊക്കെ പറ്റി ചിന്തിക്കാൻ, മനുഷ്യന് കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ഭക്ഷണം വേണം, ഉടുക്കാൻ വസ്ത്രം വേണം, കിടക്കാൻ ഒരു കൂര വേണം. ഇത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ഈ അടിസ്ഥാന ആവശ്യത്തെ നിഷേധിച്ചുകൊണ്ട്, ഈ അടിസ്ഥാന ആവശ്യത്തെ തന്നെ ഭീഷണിയിലാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന ഏത് വലിയ വ്യവസായവൽക്കരണത്തിന്റെ നയവും യഥാർത്ഥത്തിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനങ്ങൾ തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തീർത്തും ഏത് നിലയിൽ നോക്കിയാലും, അതിന്റെ നയം കൊണ്ട് നോക്കിയാലും, അതിന്റെ നടപടിക്രമം കൊണ്ട് നോക്കിയാലും, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റി കൊണ്ട് നോക്കിയാലും, ഇതിൽ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും, ഇതിന്റെ ഭാവിയിലേക്കുള്ള ആഘാതത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എന്ത് വില കൊടുത്തും തടയേണ്ടതായിട്ടുള്ള, പ്രതിരോധിക്കേണ്ടതായിട്ടുള്ള, നിർത്തിവെപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഞ്ചിക്കോട് ആരംഭിക്കാൻ പോകുന്ന ഈ മദ്യനിർമ്മാണ യൂണിറ്റ്. എലപ്പുള്ളിയിൽ ആരംഭിക്കാൻ പോകുന്ന ഈ പറയുന്ന IMFL പ്ലാന്റ് ആവട്ടെ, കഞ്ചിക്കോട് ആരംഭിക്കാൻ പോകുന്ന ബ്രീവറി ആവട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാൻ പോകുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആവട്ടെ, ബോട്ട്ലിംഗ് പ്ലാന്റ് ആവട്ടെ, ഇതെല്ലാം കാലത്തിന് അതീതമായിട്ടുള്ള വലിയ നഷ്ടങ്ങൾ, വലിയ ക്ഷതങ്ങൾ ഈ ജില്ലയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തിൽ ആകെ ഏൽപ്പിക്കാൻ ശക്തിയുള്ളതും പ്രാപ്തിയുള്ളതുമാണെന്ന തിരിച്ചറിവോടുകൂടി ഇപ്പൊ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമരം നമുക്ക് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ അടുത്ത തലമുറയെ കൂടി കരുതിക്കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഭാവിയെ കരുതിയിട്ടുള്ള ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കാനും ഈ സമര പ്രചാരണ യാത്രയെ വിജയിപ്പിക്കാനും, അങ്ങനെ BJP ഏറ്റെടുക്കാൻ പോകുന്ന ഈ വലിയ ഉത്തരവാദിത്തത്തിൽ അണികളായി പങ്കെടുത്തുകൊണ്ട് അതിനെ വിജയിപ്പിക്കാനും നിങ്ങൾ ഓരോരുത്തരും സർവാത്മന തയ്യാറാവേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. കൃഷ്ണകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമാപന പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യായിട്ടുള്ള കൊഴിഞ്ഞാമ്പാറ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മോഹൻദാസ്, BJPയുടെ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായിട്ടുള്ള പാർട്ടിയുടെ വാദമുഖങ്ങള്, പാർട്ടിയുടെ നയങ്ങള് ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ചാനൽ ചർച്ചകളിൽ യാതൊരു വിധത്തിലുള്ള എതിരാളികളുടെ പ്രകോപനങ്ങൾ വന്നാൽ പോലും ആ പ്രകോപനങ്ങളുടെ മുന്നിൽ വികാരഭരിതനാവാതെ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ BJPയുടെ സംസ്ഥാന വക്താവ് ശ്രീ ശങ്കുട്ടി ദാസ്, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ ഒരു യുവമുഖം, പാലക്കാടിൻ്റെ യുവമുഖമായിട്ടുള്ള പ്രിയപ്പെട്ട ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ശിവൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവമോർച്ച മുതൽ എൻ്റെ സഹപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻ, പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള സംസ്ഥാന കൗൺസിൽ അംഗം ബാലകൃഷ്ണൻ മാസ്റ്റർ, കുമരേഷ്, അതുപോലെ തന്നെ വേദിയിലുള്ള നിരവധി നേതാക്കളുണ്ട്, മുഴുവൻ നേതാക്കൾ, പാർട്ടിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ശങ്കുട്ടി ദാസും അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരം നമ്മുടെ ജില്ലയിൽ നടന്നു. ഈ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലാണ് പ്ലാച്ചിമടയിലെ കൊക്കോക്കോളക്കെതിരായിട്ട് 2003 കാലഘട്ടത്തിൽ ആരംഭിച്ച സമരം. ഒരു സാധാരണക്കാരിയായിട്ടുള്ള പ്ലാച്ചിമടയിലെ ഒരു വീട്ടമ്മയായിട്ടുള്ള, അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത മൈലമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള ഭീമൻ തന്നെ വിശേഷിപ്പിക്കാവുന്ന കമ്പനിയാണ് കൊക്കോക്കോള. കൊക്കോക്കോളക്കെതിരായിട്ട് ജനകീയമായിട്ടുള്ള ഒരു സമരവും അതുപോലെ തന്നെ നിയമ പോരാട്ടവും ഒക്കെ നടത്തി കൊക്കോക്കോളയെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ഒരാൾ ചിന്തിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു കമ്പനിയെ
ആ കമ്പനിക്കെതിരായിട്ട് വലിയൊരു പോരാട്ടം പാലക്കാടിന്റെ പ്ലാച്ചിമടയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ആഗോള ഭീമനായിട്ടുള്ള കൊക്കോകോളയെ പരാജയപ്പെടുത്തി പാലക്കാടിന്റെ മണ്ണിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ കഴിഞ്ഞവരാണ് പാലക്കാട്ടുകാർ. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടായിരുന്നത് ശ്രീ VS അച്യുതാനന്ദനും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മന്ത്രി ചിറ്റൂരിന്റെ MLA ആയിട്ട് മന്ത്രിയായിട്ടുള്ള ശ്രീ K കൃഷ്ണൻകുട്ടിയും ഇന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷും എല്ലാം മുൻപന്തിയിലായിരുന്നു. അന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാലക്കാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാരതീയ ജനതാ പാർട്ടി അടക്കം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ K സുരേന്ദ്രൻ പ്ലാച്ചിമടയിൽ നിന്നും പറശ്ശിനിക്കടവിലേക്ക് CPM-ന്റെ വാട്ടർ തീം പാർക്ക് ആരംഭിക്കുന്ന പറശ്ശിനിക്കടവിലേക്ക് വലിയൊരു മാർച്ചടക്കം സംഘടിപ്പിച്ചു. അന്ന് VS അച്യുതാനന്ദനും MP രാജേഷും അടക്കമുള്ള ശ്രീ K കൃഷ്ണൻകുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പാലക്കാടിന്റെ കിഴക്കൻ മേഖല മഴനിഴൽ പ്രദേശമാണ്, ഇവിടെ ഭൂഗർഭജലം താഴുന്ന പ്രദേശമാണ്, ഇവിടെ ഒരു കാരണവശാലും ജലം അസംസ്കൃത വസ്തുവായിട്ടുള്ള ഒരു കമ്പനി പാലക്കാട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊക്കോകോളക്കെതിരായിട്ടും പെപ്സിക്കെതിരായിട്ടും സമരം നയിച്ച ആളുകളാണ്. ഇന്ന് ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന രണ്ടാളുകളും രാജേഷും അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടിയും ഇന്ന് കേരള മന്ത്രിസഭയിൽ മന്ത്രിമാരാണ്. ഇന്ന് അവരുടെ നയം എന്താ? ഞാന് MP രാജേഷ്, നിങ്ങൾക്ക് അഹല്യ ക്യാമ്പസിനെ പറ്റി നിങ്ങൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പുതുശ്ശേരിയും അതുപോലെ തന്നെ എലപ്പുള്ളിയും വടകരപ്പതി ഈ 3 പഞ്ചായത്തായിട്ട് ഒരു 1000 ഏക്കറോളമുള്ള അഹല്യ ക്യാമ്പസിൽ ആ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണി ഉണ്ടെന്നും അവിടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് നിങ്ങൾക്കും എല്ലാം അറിയാം. നമ്മുടെ മന്ത്രിയും MP രാജേഷ് പാലക്കാട്ടുകാരനാണ്, ഈ കൊടുമ്പ് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എല്ലാ മാധ്യമ പ്രതിനിധികളെയും കൊണ്ടുപോയിട്ട് മഴവെള്ള സംഭരണിയുടെ അതിന്റെ ഗുണത്തെ സംബന്ധിച്ച് പത്രക്കാർക്ക് വിവരിച്ചു കൊടുക്കുന്ന കണ്ട സമയത്ത് തോന്നി ഈ MP രാജേഷ് തൊഴിലാളി വർഗ പാർട്ടിയായിട്ടുള്ള CPM-ന്റെ ജനപ്രതിനിധിയും കേരളത്തിന്റെ മന്ത്രിയുമാണോ അതോ OSS കമ്പനിയുടെ മദ്യ കമ്പനിയുടെ PRO ആണോ ഈ MP രാജേഷ് എന്ന് തോന്നുന്ന രീതിയിലാണ് അത് മാധ്യമങ്ങളുടെ മുന്നിൽ. ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ്. അന്ന് പെപ്സിക്കെതിരായിട്ടുള്ള സമരത്തിൽ വലിയ പൂട്ടുമായിട്ട് പെപ്സി കമ്പനി പൂട്ടാൻ നിന്ന ആള് ഇന്ന് OSS കമ്പനിക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാനായിട്ട് വാദിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചു, MP രാജേഷ് പറയുന്നത് അതുപോലെ മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. MP ഗോവിന്ദന്റെ കേരളത്തിനെതിരായിട്ടുള്ള സമരം രൂക്ഷമായപ്പോ MP ഗോവിന്ദൻ എന്താ പറഞ്ഞു? കൂറ്റനാട് നമ്മുടെ ശങ്കുട്ടിദാസ് മത്സരിച്ച തൃത്താല മണ്ഡലം, ആ മണ്ഡലത്തിൽ കൂറ്റനാട് നിന്ന് അപ്പം ഉണ്ടാക്കി കേരളയിൽ കയറിയാൽ തിരുവനന്തപുരത്ത് പോയി അപ്പം വിറ്റ് വൈകിട്ടാകുമ്പോഴേക്കും വീട്ടിൽ വരാം. അപ്പം സിദ്ധാന്തം, ഗോവിന്ദന്റെ അപ്പം സിദ്ധാന്തം, അതേപോലെ ഒരു സിദ്ധാന്തമായിട്ട് MP ഗോവിന്ദൻ പാലക്കാട് ചിറ്റൂരില് CPM-ന്റെ സമ്മേളന സമയത്ത് വന്നു. മഴവെള്ള സംഭരണി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന 1000 ലിറ്ററിന്റെ ടാങ്കിലല്ല, ഇത് വലിയ സാധനമാണ്. നമ്മളൊക്കെ ആർക്കും അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ സംബന്ധിച്ച് അറിയാത്ത പോലെയാണ്. അഹല്യ ക്യാമ്പസ് 1000 ഏക്കറിലോളം സംഭരിക്കുന്ന വെള്ളമാണ് അവിടുത്തെ 6000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ മുഴുവൻ കുട്ടികൾ അവിടെ താമസിക്കുന്ന ആളുകളാണ്. 50% കുട്ടികൾ നിങ്ങൾ കണക്കാക്കുക. ഒരാൾക്ക് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം തന്നെ ഒരു 250 ലിറ്റർ വെള്ളം മതി. അതാണോ ഈ മദ്യ കമ്പനിക്ക് വേണ്ടത്? 24 ഏക്കറിൽ വരുന്ന മദ്യ കമ്പനിക്ക് ഒരു ദിവസം 35-40 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ട ഒരു മദ്യ കമ്പനിക്ക് മഴവെള്ള സംഭരണി ഉണ്ടാക്കി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഈ MP രാജേഷിന്റെ ഇത്രയും വലിയൊരു മണ്ടനായിട്ടുള്ള മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മദ്യ കമ്പനിക്ക് വേണ്ടി എന്തിനാ ഈ വിഡ്ഢിവേഷം കെട്ടുന്നത് MP രാജേഷ്? പാലക്കാട്ടുകാർക്ക് അപമാനമായിട്ട് മാറുകയാണ് ഈ 2 മന്ത്രിമാരും. പറമ്പിക്കുളം ആളിയാർ പ്രശ്നം മന്ത്രിയാവുന്നതിന് മുമ്പ് K കൃഷ്ണൻകുട്ടിക്ക് ഈ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ച് പറഞ്ഞ് കരയാനേ സമയമുള്ളൂ. പറമ്പിക്കുളം ആളിയാർ, പറമ്പിക്കുളം ആളിയാർ, രാവിലെ ആയാൽ രാത്രി ഉറക്കത്തിലും രാവിലെ എണീച്ചാലൊക്കെ ഇത് പറഞ്ഞ K കൃഷ്ണൻകുട്ടിക്ക് ഇപ്പൊ പറമ്പിക്കുളം ആളിയാർന്ന് കർഷകർ വെള്ളം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഈ എലപ്പുള്ളി പഞ്ചായത്തില് കർഷകർ ഉപയോഗിക്കുന്നത് പറമ്പിക്കുളം ആളിയാർ വെള്ളം. ആ വെള്ളം കിട്ടിയാൽ എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകരുടെ 2ാം വിള ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് നടത്താൻ കഴിയും. പാലക്കാട് ജില്ലയിലത്തെ കർഷകർക്ക് 2ാം വിള നന്നായി നടത്താൻ കഴിയും. അതിനെക്കുറിച്ച് കൃഷ്ണൻകുട്ടിക്ക് പറയാനില്ല. കർഷകൻ നെല്ല്
കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സപ്ലൈക്കോ സംഭരിച്ച് അതിന്റെ പൈസ കിട്ടാതെ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് പറയാൻ കൃഷ്ണൻകുട്ടിക്ക് കഴിയുന്നില്ല. കൃഷ്ണൻകുട്ടിക്ക് വായ തുറക്കാൻ പറ്റാത്ത സാഹചര്യ. പിണറായിയുടെ കണ്ണുരുട്ടിയാൽ കെ കൃഷ്ണൻകുട്ടി മൂത്രമൊഴിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ഭരണം. ഇത്രയും നാണം കെട്ട ഒരു മന്ത്രി എന്തിനാ ഈ സ്ഥാനത്ത് തൂങ്ങിയിരിക്കുന്നത്? ഇവിടെ ജനതാദളുകാരെ അടികൊണ്ട് മതിയായി. ജനതാദളുകാരുടെ നിരവധി രക്തസാക്ഷികളെ ഉണ്ടാക്കി കൊടുത്തു CPM. എന്നിട്ടും ഈ ഗതികെട്ട മന്ത്രി ആ പിണറായിയുടെ ആസനവും താങ്ങിയിട്ട് ഇന്ന് നടക്കുക. ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ കർഷകന്റെയും സാധാരണക്കാരായ ആളുകൾക്കും കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം വന്നിട്ടും ആ പ്രശ്നത്തിനെതിരായിട്ട് നിലകൊള്ളാൻ കെ കൃഷ്ണൻകുട്ടിക്ക് കഴിയുന്നില്ല. ജൽജീവൻ മിഷൻ പദ്ധതി, ഈ MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാ. കേന്ദ്ര സർക്കാർ 45,000 കോടി രൂപയാണ് കേരളത്തിന് ഇവിടുത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയായിട്ട് പാസ്സാക്കിയിരിക്കുന്നത്. 16,000 കോടി രൂപ സംസ്ഥാന സർക്കാർ വെക്കണം. ആ പദ്ധതി 6 കൊല്ലം കഴിഞ്ഞു. കേരളമാണ് ഈ രാജ്യത്തെ ഏറ്റവും കുറവ് ഈ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം. 4,250 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ആ പദ്ധതി കേരളത്തിൽ നിന്നിരിക്കുക. ഇന്ത്യയിലെ 11ഓളം സംസ്ഥാനങ്ങൾ 100% വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു. ഞാൻ ഇത് പറയാൻ കാരണം ഇവിടെ സാധാരണക്കാരന് കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ MP രാജേഷിന് കഴിയുന്നില്ല. ഇവിടുത്തെ കർഷകന് അവന്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തമിഴ്നാടിൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള നട്ടല്ലില്ലാതെ പോയി ശ്രീ കെ കൃഷ്ണൻകുട്ടിക്ക്. അതേ സമയത്ത് രണ്ടാളും ഈ രാജ്യത്ത് എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള അവിടുത്തെ സർക്കാരുകളുടെ നടപടികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഓയിസിസ് കമ്പനിക്ക് വേണ്ടിയിട്ട് വാദമുഖങ്ങളുമായിട്ട് വരിക. 98 ജനകീയാസൂത്രണം വന്നു. 25 വർഷം കഴിഞ്ഞു ജനകീയാസൂത്രണം ഈ സംസ്ഥാനത്ത് വന്നിട്ട്. എന്തായിരുന്നു CPM-കാര് പറഞ്ഞത്? അധികാരം ജനങ്ങളിലേക്ക്, അധികാര വികേന്ദ്രീകരണം, എല്ലാ വിഭവങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് അധികാരം. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈ മദ്യ കമ്പനിക്ക് വേണ്ടി പുതിയൊരു നിയമവുമായിട്ട് MP രാജേഷ് വന്നു. എന്താ നിയമം? പഞ്ചായത്തുകളാണ് ലൈസൻസുകൾ കൊടുക്കാൻ, സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പഞ്ചായത്തുകൾക്കാണ് അധികാരം. അത് എത്ര വലിയ വ്യവസായങ്ങളായാലും ശരി. നമുക്കറിയാം കൊക്കോകോളക്കെതിരായിട്ട് പെരുമാട്ടി പഞ്ചായത്ത് നടത്തിയ ധീരമായിട്ടുള്ള ആ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് കൊക്കോകോള കമ്പനി സുപ്രീം കോടതി വരെ പോയിട്ടും തോറ്റു തുന്നമ്പാടി പെരുമാട്ടി പഞ്ചായത്തിൽ നിന്ന് പോയത്. ആ പെരുമാട്ടി പഞ്ചായത്തിന് അന്ന് പോവാൻ കഴിഞ്ഞത് പെരുമാട്ടി പഞ്ചായത്തിന് കൊക്കോകോളയ്ക്കുള്ള ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ആ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുകൊണ്ടാണ് സുപ്രീം കോടതി വരെ കൊക്കോകോള കമ്പനിക്കെതിരായിട്ട് പെരുമാട്ടി പഞ്ചായത്തിന് പോകാൻ കഴിഞ്ഞത്. ഇന്ന് ആ അധികാരം എലപ്പുള്ളി പഞ്ചായത്തിന് ഓയിസിസ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം MP രാജേഷ് എടുത്തു കളഞ്ഞിരിക്കുക. ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി അവർ കൊടുത്ത പൈസയുടെ ഫലമായിട്ട് അവരുടെ നോട്ടുകെട്ടിന്റെ ബലത്തിന്റെ മറവിൽ ഇന്ന് എല്ലാ അധികാരങ്ങളും ജനകീയാസൂത്രണം പറഞ്ഞു നടന്ന പാർട്ടി ഇന്ന് ആ അധികാരം എടുത്തു കളയുക. ഞാൻ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാനായി എഴുതി. എന്തായാലും ഒരു കാര്യം MP രാജേഷും കൃഷ്ണൻകുട്ടിയും പിണറായി വിജയനും ഉറപ്പിച്ചോ, നിങ്ങള് പട്ടാളത്തെ കൊണ്ട് നിർത്തിയാൽ പോലും ഏലപ്പുള്ളി പഞ്ചായത്തിൽ ഓയിസിസ് കമ്പനിയുടെ ഒരു ചെങ്കല് പോലും വെക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. പശ്ചിമ ബംഗാളില് നന്ദിഗ്രാം എങ്ങനെയാണോ നിങ്ങളെ പശ്ചിമ ബംഗാളിൽ നിന്നും തൂത്തെറിഞ്ഞത്, ഏലപ്പുള്ളിയിൽ ഓയിസിസ് കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വെടിവെപ്പ് നടത്തി അവിടെ കമ്പനി സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ CPM-ന്റെ അന്ത്യം കുറിക്കുന്ന മറ്റൊരു നന്ദിഗ്രാമായിട്ട് ഏലപ്പുള്ളി ഞങ്ങൾ മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയാ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു കാണിച്ച പ്രസ്ഥാനം ഈ സമരത്തിന്റെ ഒരു തുടക്കമാണ്. ഇത് 2ാം ഘട്ടമാണ്. രൂക്ഷമായിട്ടുള്ള സമരങ്ങള് പാലക്കാട് ജില്ലയും കേരളവും ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാധ്യക്ഷൻ നടത്തിയ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറുപടി പ്രസംഗത്തിനായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ
ശ്രീ പ്രശാന്ത് ശിവൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനു മുന്നായി അദ്ദേഹത്തിന് ഷാൾ അണിയിക്കുന്നതിനായി നെല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ എ മോഹനൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബാക്കി പേര് വായിച്ചു. അടുത്ത ഷാള് അണിയിക്കുന്നതിനായി OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കെ മോഹനൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. പെട്ടെന്ന് SC മോർച്ചയ്ക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാണിക്കൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. മാണിക്കം മുമ്പിൽ വരും. കർഷക മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എ ഹരിദാസ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. യുവമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ജയഗണേഷ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. മഹിളാ മോർച്ച പഞ്ചായത്തിന്റെ സജി കണ്ണൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. എടുത്തു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ TC രവി അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. 5-ാം വാർഡ് മാട്ടുമന്ത വാർഡ് പ്രസിഡന്റ് MB രമേശ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. 6-ാം വാർഡ് മാനംകുത്തി വാർഡ് പ്രസിഡന്റ് M കുമാരൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ഹരിനാരായണൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. ഹരിനാരായണൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളു. യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുരേഷ് അവരെ ക്ഷണിച്ചുകൊള്ളു. ശ്രീ സെന്തിൽ അവരെ ക്ഷണിച്ചുകൊള്ളു. രണ്ട് വാക്ക് പറയാം.